ഇപ്പോൾ ഒരു കുടുംബ രാഷ്ട്രീയത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയുവാനുള്ളത്? സ്വാഭാവികമായിട്ടും ആ ഒരു ചോദ്യം ഉയരുമല്ലോ. കുടുംബ രാഷ്ട്രീയം എന്ന് പറയുമ്പോഴേ ഈ രാഷ്ട്രീയത്തിൽ ഇപ്പം ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ രാഷ്ട്രീയം കണ്ട് വളർന്നയാളാണ്. എൻ്റെ ചെറുപ്പകാലത്ത് അപ്പച്ചനെ കാണാൻ പോലും കിട്ടിയിട്ടില്ല. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരം ഭയങ്കര ഇത് വെച്ചാൽ പട്ട് വിരിച്ച പരവതാനിയാണെന്ന്. വ്യക്തിജീവിതമില്ല, സ്വകാര്യ ജീവിതമില്ല, കുടുംബജീവിതമില്ല. ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് ഇതൊരു ത്യാഗത്തിൻ്റെ ജീവിതമാണ്, ഇതൊരു സാക്രിഫൈസിൻ്റെ ജീവിതമാണ്. ആ ഒരു ജീവിതത്തിലേക്ക് എത്ര CPM നേതാക്കന്മാർ അവരുടെ മക്കളെ രാഷ്ട്രീയത്തിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ട്. അവരെല്ലാം യൂറോപ്പിലും ജർമ്മനിയിലും അവിടേക്ക് പോയി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു. ചിലർ ഭരണത്തിൻ്റെ മറവിൽ, ഞാൻ പറയുന്നില്ല ആരുടെയും വരുന്നില്ല, മറ്റു രീതിയിൽ ഇവിടെ നിന്ന് പൈസ ഉണ്ടാക്കുന്നു. ഈ കോൺഗ്രസിലും കേരള കോൺഗ്രസിലും അല്ലാതെ പുതുതലമുറയെ രാഷ്ട്രീയത്തിലേക്ക് വിട്ടുവിടുന്ന എത്ര നേതാക്കന്മാരുണ്ട്? ചാണ്ടി ഉമ്മൻ, ശബരിനാഥ്, കെ മുരളീധരൻ, എന്തിനധികം പറയുന്നു, ജോസ് കെ മാണി, ഫ്രാൻസിസ് ജോർജ്, ഷോൺ ജോർജ്. ഇപ്പം അത് ഞാൻ പറയുന്നത് ഇതൊരു മക്കൾ രാഷ്ട്രീയം എന്ന് നമ്മൾ പറയാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. എനിക്കും വ്യക്തിപരമായിട്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങി വരുമ്പോൾ എനിക്കറിയാം എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് എൻ്റെ സ്വകാര്യതയും എൻ്റെ ഉമ്മൻചാണ്ടി സാറ് തുണി മാറുമ്പോൾ പോലും നിവേദനമായിട്ട് ആളുകൾ രണ്ട് സൈഡിലും നിൽക്കുമെന്നാണ് പറയണേ. അപ്പോൾ ഇത് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ വേണ്ടി അതിനുള്ളൊരു ആർജവം വേണം, അതിനൊരു മനസ്സ് വേണം. അപ്പോൾ ഇതൊരു കുടുംബ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് അതിനെ വില കുറച്ച് കാണലാണ്. അങ്ങനെ ഒരു അഭിപ്രായം വരേണ്ട കാര്യമില്ല. ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനും അവരുടെ പ്രശ്നങ്ങൾ ഇടപെടാനും അത് പരിഹരിക്കാനുമുള്ള മനസ്സുണ്ടെങ്കിലും അതിനുള്ള കഴിവുണ്ടെങ്കിലും ആരാണെങ്കിലും രാഷ്ട്രീയത്തിൽ വരണമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.